സ്വയം സ്പർശിക്കുന്നതിന്റെ പ്രാധാന്യം. സ്വയം സ്പർശിക്കുന്നത് പങ്കാളിയെ സ്പർശിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ്. നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി അറിയാത്ത കാലത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങളും വ്യക്തിപരമായ സന്തോഷം നൽകുന്ന ഇടങ്ങളും എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്ന് പങ്കാളിക്ക് പറഞ്ഞുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല. ചില ആളുകൾ സ്വയംഭോഗത്തെ മോശമായി കാണുന്നുവെങ്കിലും ഇത് തികച്ചും സ്വാഭാവികവും ആരോഗ്യകരവുമായ കാര്യമാണ്. സ്വന്തം ശരീരവുമായി ഇടപഴകുന്നത് ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുകയും നിങ്ങളുടെ സ്വന്തം ലൈംഗിക പ്രതികരണങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ജനനേന്ദ്രിയങ്ങൾ മാത്രമല്ല, ശരീരത്തിലെ മറ്റു ലൈംഗിക ഉത്തേജന കേന്ദ്രങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകുന്നത് സഹായകമാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. സ്വയം ഉത്തേജിപ്പിക്കാൻ ശരിയോ തെറ്റോ ആയ ഒരു രീതിയുമില്ല. അതിനാൽ വ്യത്യസ്ത മാർഗങ്ങൾ പരീക്ഷിക്കുക. പുരുഷന്റെ ശരീരത്തെ അടുത്തറിയുക. പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി വിദ്യകളുണ്ട്. ലൂബ്രിക്കന്റ് പുരട്ടിയ കൈ ഉപയോഗിച്ച് ലിംഗത്തിലും വൃഷണങ്ങളിലും തടവാനും ഞെക്കാനും അവർക്ക് കഴിയും. ഒരു കൈയോ അല്ലെങ്കിൽ രണ്ട് കൈകളുമോ ഉപയോഗിച്ച് വ്യത്യസ്ത രീതികളിൽ പിടിക്കാൻ അവർക്ക് പരീക്ഷിക്കാം. അല്ലെങ്കിൽ ലിംഗം മറ്റെന്തെങ്കിലും ഉരസാനും കഴിയും. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പങ്കാളിക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് എന്താണെന്ന് പങ്കാളിക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് അരികിലിരുന്ന് സ്വയംഭോഗം ചെയ്യുന്നത്. നിങ്ങളുടെ പുരുഷനെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ അവന്റെ ലിംഗത്തിന്റെ ഓരോ ഇഞ്ചും അതിനപ്പുറവും പര്യവേക്ഷിക്കുക. വൃഷണങ്ങൾ മുതൽ ലിംഗത്തിന്റെ അറ്റം വരെ തടവുക. അവന്റെ ലിംഗം എങ്ങനെ മികച്ച രീതിയിൽ ഉത്തേജിപ്പിക്കാമെന്ന് അവന്റെ കൈകളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുക. അവന് പൂർണ്ണമായി ഉദ്ധാരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ ലിംഗത്തിൽ പിടിക്കുക. നിങ്ങളുടെ കൈകൊണ്ട് പതുക്കെ പമ്പ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളംകൈയിൽ ലൂബ്രിക്കന്റ് പുരട്ടിയ ശേഷം അവന്റെ ലിംഗത്തിൽ പിടിച്ച് കൈ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാനും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. വിവിധ വിധികൾ പരീക്ഷിക്കുക. തള്ളവിരലിനും ചൂണ്ടുവിരലിനുമിടയിലായി ലിംഗത്തിന്റെ മുകൾ ഭാഗത്തിന് തൊട്ടു താഴെ പിടിച്ചു തടവുക. അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് പുരട്ടിയ കൈകൊണ്ട് ലിംഗം മുറുകെ പിടിച്ചുകയും ഫ്രെനുലത്തിൽ തള്ളവിരൽ വെച്ച് കൈ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഒരു കൈ ഉപയോഗിച്ച് ലിംഗത്തിൽ മൃദുവായി തടവുക, അതേസമയം മറ്റേ കൈ ലിംഗത്തിന്റെ മുകൾ ഭാഗത്ത് വട്ടത്തിൽ ചലിപ്പിക്കുക. നിങ്ങളിത് ചെയ്യുമ്പോൾ കാമുകന്റെ ശരീരഭാഷ ശ്രദ്ധിക്കുകയും നിങ്ങൾ ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. അവന്റെ വൃഷണങ്ങളെ അവഗണിക്കരുത്. അവയെ ഞെക്കാനും ഇക്കിളിപ്പെടുത്താനും മടിക്കേണ്ടതില്ല. എന്നാൽ എല്ലായ്പ്പോഴും മൃദുവായിരിക്കണം. കാരണം വൃഷണത്തിനേൽക്കുന്ന ചെറിയ ക്ഷതം പോലും ഒരു പുരുഷന്റെ മൂഡ് പെട്ടെന്ന് നശിപ്പിക്കാൻ കാരണമാകും. ഒരു പുരുഷൻ രതിമൂർച്ചയോടടുക്കുമ്പോൾ അവന്റെ വൃഷണങ്ങൾ മുറുകുകയും ലിംഗം സ്പന്ദിക്കാൻ തുടങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇതിന് കൂടുതൽ ദൃഢത അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. നിങ്ങൾ അവനെ കൂടുതൽ കൊതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി തുടരുക. അല്ലാത്തപക്ഷം രീതി മാറ്റുക. പങ്കാളിയെ നിരീക്ഷിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. സ്ത്രീയുടെ ശരീരത്തെ അടുത്തറിയുക. സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരെക്കാൾ മൃദുവായതും വേഗത കുറഞ്ഞതുമായ കൈകൊണ്ടുള്ള ഉത്തേജനമാണ് ഇഷ്ടപ്പെടുന്നത്. അവൾ എങ്ങനെയാണ് ക്ലിറ്റോറിസിന്റെ തണ്ടിൽ മൃദുവായി തടവുന്നതെന്നും നേരിട്ട് ക്ലിറ്റോറിസിന്റെ അറ്റത്ത് സ്പർശിക്കുന്നത് പല സ്ത്രീകൾക്കും അസ്വസ്ഥതയുണ്ടാക്കുമെന്നും നോക്കുക. ഉത്തേജനത്താൽ അവൾ എങ്ങനെ വീർപ്പുമുട്ടുന്നുവെന്നും നേരിയ മർദ്ദം മാത്രം നൽകുന്നതെങ്ങനെയെന്നും നോക്കുക. പുരുഷന്മാരിലേതിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾ മൃദുവായ സമീപനമാണ് ഇഷ്ടപ്പെടുന്നത്. അതിനാൽ ശക്തിയായി അമർത്തുകയോ വേഗത്തിൽ ഉരയ്ക്കുകയോ ചെയ്യുന്നതിനു പകരം അവളുടെ വിരലുകൾ ക്ലിറ്റോറിസിനു ചുറ്റും വട്ടത്തിൽ ചലിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ലാബിയയിൽ ഇക്കിളിപ്പെടുത്തുന്നതോ എന്ന് ശ്രദ്ധിക്കുക. പങ്കാളിയുടെ മുൻപിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് സത്യസന്ധനാവുക. പ്രത്യേകിച്ച് നിങ്ങൾ ഒരുമിച്ച് ധാരാളം മുതിർന്ന അവിടത്തെ സിനിമകൾ കാണുന്നവരാണെങ്കിൽ അത് അനുകരിക്കാൻ പ്രലോഭനം തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ ക്ലിറ്റോറിസിന് ചുറ്റുമുള്ള ചെറിയ ചലനങ്ങളാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നതെങ്കിൽ ലാബിയ വികസിപ്പിക്കുന്നതിലോ വിരൽ നക്കുന്നതിലോ അതിമിരുത്ത പെനിട്രേഷനിലോ കാര്യമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നത് എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ പങ്കാളിക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നനവനുഭവപ്പെടുന്നത് അവന്റെ ഉത്തേജനം വർദ്ധിപ്പിക്കും. പരസ്പരമുള്ള ഉത്തേജനവും രതിമൂർച്ചയും. പൊതുവെ ഒരു പുരുഷനേക്കാൾ കൂടുതൽ സമയം ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിലെത്താൻ ആവശ്യമാണ്. അതിനാൽ നിങ്ങൾ പരസ്പരമുള്ള സ്വയംഭോഗ സെഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് നല്ലത്. അതുവഴി നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളുടനീളം താൽപ്പര്യവും സംതൃപ്തിയുമുണ്ടാകും. നിങ്ങളുടെ കാമുകി സ്വയംഭോഗം ചെയ്യുന്നത് നോക്കിക്കാണുകയും അവൾ രതിമൂർച്ചയോടടുക്കുമ്പോൾ നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച പുതിയ വിദ്യകളെല്ലാം ഉപയോഗിച്ച് അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും നല്ല സെക്സിയായ കാര്യമായിരിക്കും. അവൾ എങ്ങനെ ഉത്തേജിപ്പിക്കപ്പെടാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങളുടെ കൈകൾ പിടിച്ച് കാണിച്ചു തരാൻ കാമുകിയെ അനുവദിക്കുക.
അവളുടെ ജി-സ്പോട്ടിൽ സ്പർശിച്ചറിയുക. ഇത് യോനിക്കുള്ളിൽ മുകളിലായി കുറച്ചിഞ്ചുകളുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിരലുകൾ മടക്കി കൊളുക്കുപോലെ ചലിപ്പിച്ച് തടവുമ്പോൾ വീർക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടെത്തിയാൽ അത് ജി-സ്പോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജി-സ്പോട്ട് ഉത്തേജനം സ്ത്രീകളുടെ സ്ഖലനത്തിലേക്കുള്ള വഴിയാകാം. സ്വയം സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ കാമുകി സ്വയം ഭോഗം ചെയ്യുന്നത് കാണാൻ നിങ്ങൾ എത്രമാത്രം ആസ്വദിക്കുന്നുവെന്ന് അവളെ കാണിക്കാൻ ഭയപ്പെടരുത്. പങ്കാളി സ്വയംഭോഗം ചെയ്യുന്നത് കാണുന്നത് പല സ്ത്രീകൾക്കും ഒരു ഉത്തേജനമായി തോന്നിയേക്കാം. അതിനാൽ നിങ്ങൾക്കവളെ അവളുടെ രതിമൂർച്ഛയോടടുപ്പിക്കാൻ കഴിഞ്ഞേക്കാം. നേരെ മറിച്ച് ഒരു സ്ത്രീ ഇന്ദ്രിയസുഖത്തിൽ ലയിക്കുന്നത് കാണുമ്പോൾ മുഖപുരുഷന്മാരും ഉത്തേജിതരാകുന്നു. അതിനാൽ നിങ്ങളുടെ വർദ്ധിക്കുന്ന ആവേശം പ്രകടിപ്പിക്കാൻ ഭയപ്പെടേണ്ടതില്ല. ഇത് നിങ്ങളുടെ കാമുകിയെ നിങ്ങളോടൊപ്പം ചേരാൻ തീവ്രമായി ആഗ്രഹിപ്പിച്ചേക്കാം. തന്റെ കാമുകിക്ക് കൂടുതൽ ഉത്തേജനം ലഭിക്കുന്നു എന്ന് തോന്നുമ്പോൾ പുരുഷൻ കൂടുതൽ വിരലുകൾ ഉപയോഗിക്കണം. മറ്റേ കൈ അവളുടെ ക്ലിറ്റോറിസിലോ നിപ്പിളുകളിലോ കഴുത്തിലോ തടവാനോ അല്ലെങ്കിൽ സ്വയം തടവാനോ ഉപയോഗിക്കണം. പരമ്പരാഗതമായ സ്വയംഭോഗ രീതികളിൽ നിന്നും വ്യത്യസ്തമായി പങ്കാളിയുടെ ജനനേന്ദ്രിയത്തിൽ നിങ്ങളുടെ ജനനേന്ദ്രിയം ഉരസുന്നത് അത്ഭുതകരമായ ഉത്തേജനം നൽകുന്ന ഒന്നായിരിക്കാം. ലൈംഗിക രോഗങ്ങളിൽ നിന്നും ഗർഭധാരണത്തിൽ നിന്നും നിങ്ങൾ സുരക്ഷിതരാണെന്നുറപ്പില്ലെങ്കിൽ ഒരു കോണ്ടം ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് ഓർക്കുക. രതിമൂർച്ഛ സംഭവിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ ഭയപ്പെടരുത്. ഇത് അതിമനസ്വേദനമുള്ള ഭാഗങ്ങളിൽ സ്പർശിക്കാതിരിക്കാൻ അവർ ചെയ്യുന്നത് നിർത്തണമെന്ന് പങ്കാളിയെ അറിയിക്കുകയും അവർക്കൊരു മികച്ച ഉത്തേജനമായി പ്രവർത്തിക്കുകയും സ്വന്തം രതിമൂർച്ഛയിലേക്ക് അവരെ നയിക്കുകയും ചെയ്തേക്കാം. പങ്കാളിയെ സ്വയംഭോഗം ചെയ്യാൻ സഹായിക്കുന്നത് കേവലമൊരു മികച്ച ഫോർപ്ലേ മാത്രമല്ല, ഇത് പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ നിന്നുള്ള ഉന്മേഷകരമായ മാറ്റമോ അല്ലെങ്കിൽ അതിശയകരമായ ഇന്ദ്രിയസുഖം നൽകുന്ന ബദലവുമാകാം. പങ്കാളിയുടെ മുന്നിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സത്യസന്ധത പുലർത്തുക. പ്രത്യേകിച്ച് നിങ്ങൾ ഒരുമിച്ച് ധാരാളം മുതിർന്നവർക്കുള്ള സിനിമകൾ കാണുന്നവരാണെങ്കിൽ അതനുകരിക്കാൻ പ്രലോഭനം തോന്നാമെങ്കിലും നിങ്ങളുടെ ക്ലിറ്റോറിസിന് ചുറ്റുമുള്ള ചെറിയ ചലനങ്ങളാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നതെങ്കിൽ ലാബിയ വികസിപ്പിക്കുന്നതിലോ വിരൽ നക്കുന്നതിലോ അമിതമായ പെനട്രേഷനിലോ കാര്യമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നതെന്താണെന്ന് കാണിച്ചുകൊടുത്താൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ പങ്കാളിക്ക് പഠിക്കാൻ കഴിയൂ. നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നനവനുഭവപ്പെടുന്നത് അവന്റെ ഉത്തേജനം വർദ്ധിപ്പിക്കും. പരസ്പരമുള്ള ഉത്തേജനവും രതിമൂർച്ഛയും. പൊതുവെ ഒരു പുരുഷനേക്കാൾ കൂടുതൽ സമയം ഒരു സ്ത്രീക്ക് രതിമൂർച്ഛയിലെത്താൻ ആവശ്യമാണ്. അതിനാൽ നിങ്ങൾ പരസ്പരമുള്ള സ്വയംഭോഗ സെഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നതാണ് നല്ലത്. അതുവഴി നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളിലുടനീളം താൽപ്പര്യവും സംതൃപ്തിയുമുണ്ടാകും. നിങ്ങളുടെ കാമുകി സ്വയംഭോഗം ചെയ്യുന്നത് നോക്കിക്കാണുകയും അവൾ രതിമൂർച്ഛയോടടുക്കുമ്പോൾ നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച പുതിയ വിദ്യകളെല്ലാം ഉപയോഗിച്ച് അതിൽ പങ്കുചേരുകയും ചെയ്യുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും മികച്ച സെക്സിയായ കാര്യമായിരിക്കും. അവൾ എങ്ങനെ ഉത്തേജിപ്പിക്കപ്പെടാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങളുടെ കൈകൾ പിടിച്ച് കാണിച്ചുതരാൻ കാമുകിയെ അനുവദിക്കുന്നത് സഹായകമാണ്. അവളുടെ ജി-സ്പോട്ടിൽ സ്പർശിച്ചറിയുക. ഇത് യോനിക്കുള്ളിൽ മുകൾ ഭാഗത്തായി കുറച്ചിഞ്ച് ഉള്ളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. വിരലുകൾ മടക്കി കൊളുത്തുപോലെ ചലിപ്പിച്ച് തടവുമ്പോൾ വീർക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടെത്തിയാൽ അത് ജി-സ്പോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജി-സ്പോട്ട് ഉത്തേജനം സ്ത്രീകളുടെ സ്ഖലനത്തിലേക്കുള്ള വഴിയാകാം. സ്വയം സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ കാമുകി സ്വയംഭോഗം ചെയ്യുന്നത് കാണാൻ നിങ്ങൾ എത്രത്തോളം ആസ്വദിക്കുന്നുവെന്ന് അവളെ കാണിക്കാൻ ഭയപ്പെടരുത്. പങ്കാളി സ്വയംഭോഗം ചെയ്യുന്നത് കാണുന്നത് പല സ്ത്രീകൾ